വോട്ടെണ്ണലിന് ശേഷം ഏറാമലയിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ പോലീസും ക്രിമിനലുകളും തമ്മിൽ ഗൂഢാലോചന നടന്നുവെന്ന് UDF RMPI ജനകീയ മുന്നണി നേതാക്കൾ. വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ അണികളെ സജീവമാക്കാൻ CPM RJD നേതൃത്വം ആലോചിച്ചുകൊണ്ടാണ് അക്രമം ആസൂത്രണം ചെയ്തതെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ഏറാമലയിലുണ്ടായ അക്രമ സംഭവം തെരഞ്ഞെടുപ്പിൻ്റെ കഴിഞ്ഞ് വോട്ടെണ്ണലിന് ശേഷം 13-ാം തീയതി ഏറാമലയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കുഴപ്പവും ഉണ്ടായില്ല. ജനകീയ മുന്നണിയാണ്, വളരെ സൗഹൃദത്തിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. നിങ്ങളാരും തന്നെ അങ്ങനെ അവിടെ എന്തെങ്കിലും ഒരു കുഴപ്പമോ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെങ്കിലും ഒരു പ്രശ്നമോ റിപ്പോർട്ട് ചെയ്തിട്ട് പത്രക്കാർക്ക് പറയാം. ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. വളരെ സമാധാനപൂർവ്വം തെരഞ്ഞെടുപ്പ് നടന്നു. പോളിംഗ് ഡേ ഒരു കുഴപ്പമില്ല. സാധാരണ ഈ ഓപ്പൺ വോട്ട് എന്നെല്ലാം പറഞ്ഞ് ബഹളമൊക്കെ ഉണ്ടാവും, അതുപോലും ഉണ്ടായില്ല. എല്ലാം സമാധാനത്തോടെ കഴിഞ്ഞു. മൂന്നാം വാർഡിലെ കാര്യമാണ് പൊതുവെ ഏറാമല പഞ്ചായത്തിൽ അതായിരുന്നു അവസ്ഥ. ഏറാമലയിലെ 3-ാം വാർഡുമായി ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ പിറ്റേ ദിവസം വോട്ടെണ്ണിയപ്പോൾ 3-ാം വാർഡിൽ ജനകീയ മുന്നണിയുടെ സ്ഥാനാർത്ഥി മൂസ മറുവയിൽ ജയിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആഹ്ലാദ പ്രകടനം ഉണ്ടായി. ആഹ്ലാദ പ്രകടനത്തിൽ ഒരു കുഴപ്പമുണ്ടായില്ല. വളരെ ശാന്തമായി സമാധാനത്തോടെ ആഹ്ലാദ പ്രകടനം തുരുത്തിമുക്കിൽ അവസാനിച്ചു. അത് കഴിഞ്ഞ് പ്രകടനം അവസാനിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ബ്ലോക്ക് ഡിവിഷനിൽ ജയിച്ച സ്ഥാനാർത്ഥിയുടെ പ്രകടനവുമായി LDF വരുന്നു. അവരെ പ്രകടനവുമായിട്ട് പോയി. ആ പ്രകടനം അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഞങ്ങളുടെ ജനകീയ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന മറുവയിൽ മൂസയുടെ ജ്യേഷ്ഠൻ സൂപ്പി എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ 3-ാം വാർഡിലെ തോറ്റ സ്ഥാനാർത്ഥിയുണ്ട്, റാഫി എന്ന് പറയുന്ന ആൾ. ഇവർ നേരത്തെ പരസ്പരം വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, ബന്ധുക്കളാണ്. എല്ലാവരും പരസ്പരം ബന്ധവും കാര്യമൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ ഈ ആഹ്ലാദ പ്രകടനമൊക്കെ കഴിഞ്ഞ് സൂപ്പി തിരിച്ചു വരുമ്പോൾ സൂപ്പി തിരിച്ചു വരുമ്പോൾ റാഫി എന്ന് പറയുന്ന ആ മത്സരിച്ച തോറ്റ സ്ഥാനാർത്ഥി അവിടെ ഇരിക്കുന്നു. റാഫി എന്ന് കൈകൊണ്ടൊന്ന് വിളിച്ചു. അത് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പം തന്നെ ഇവൻ പാഞ്ഞടുത്ത് വന്ന് എന്താടാ നിനക്ക് വേണ്ടതെന്നൊക്കെ ചോദിച്ചു അവിടുന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി. ഇവൻ സത്യം പറഞ്ഞാൽ സൂപ്പി അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് സൂപ്പി ഇങ്ങോട്ട് നമ്മളെ ഈ സ്തൂപമൊക്കെ ഇപ്പോൾ എറിഞ്ഞൊക്കെ കാണിക്കുന്ന അതിൻ്റെ അപ്പുറത്തൊരു കനാലാണ്. ആ കനാലിൻ്റെ കരയിലെ സൂപ്പിയുടെ അപ്പുറത്തെ വീട്ടിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ വീണ്ടും ഇവ പിന്നാലെ ഓടി വന്ന് ബാക്കിൽ നിന്ന് കോളറ പിടിച്ചു വലിച്ചു, പൊതിരെ തല്ലി. അത് അപ്പോൾ 2 കുട്ടികളാണ്. ഇത് ഒഴിഞ്ഞ സ്ഥലത്താണ്. ഈ തോറ്റ സ്ഥാനാർത്ഥി തന്നെയാണ് ജയിച്ച സ്ഥാനാർത്ഥിയുടെ ജ്യേഷ്ഠനെ പിടിച്ച് പൊതിരെ ഒരു കാരണവുമില്ലാതെ ഈ തല്ലുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കുട്ടികളൊക്കെ കണ്ടു. ചെറിയ മക്കളായത് കണ്ടത്. അപ്പോൾ അവർ ചെറിയ മക്കളെന്ന് പറഞ്ഞാൽ 14-15 വയസ്സുള്ള കുട്ടികൾ. അവർ പോയി തള്ളി പിടിച്ചു മാറ്റാനുള്ള ശ്രമമൊക്കെ നടത്തിയപ്പോൾ ആ കുട്ടികൾ എന്തൊക്കെയോ ചെയ്തു. അങ്ങനെ അവർ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന് അവർ പറഞ്ഞു പറയുന്നു ഇങ്ങനെ സംഭവമുണ്ട്, ഇങ്ങനെയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എഴുതിയിട്ടുണ്ട്, കേസ് കൊടുക്കണോ, അങ്ങനെ പ്രതിഷേധ പ്രകടനം വേണമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ സൂപ്പിനെ ഞാൻ വീട്ടിൽ വിളിപ്പിച്ചപ്പോൾ സൂപ്പി അങ്ങനെ ഒരു പ്രശ്നവുമില്ല, തല്ലുകൊണ്ടിന്, പക്ഷെ അതൊരു കേസൊന്നും ആക്കണ്ട, അത് വേറെ ഒന്നും വേണ്ട, തോറ്റ വികാരത്തിന്. ഞാൻ ചോദിച്ചത് ഞാനൊരു കളിയാക്കിയിട്ടില്ല, ഞാൻ റാഫി എന്നൊന്ന് വിളിച്ചിന് ആ ബന്ധത്തിൻ്റെ പേരിൽ അതിൽ നടന്നു വരുമ്പോൾ. അപ്പോൾ വേറെ കേസ് കൊടുക്കാൻ ഞാൻ പറഞ്ഞൊരു പെറ്റീഷൻ അവിടെ കൊടുത്തിട്ടെ അതുപോലും വേണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു പോയി. രാത്രി വൈകുന്നേരം ഒരു 6:30-7 മണിക്ക് നമ്മളടുത്ത് വന്ന് പറയുന്നുണ്ട് ഈ കോച്ചേരി എന്ന് പറയുന്ന വീട്ടിൽ ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടുന്നുണ്ട്, ഒരുപടി ആളുകളുണ്ട് അവിടെ. എല്ലാ സംഘങ്ങളും അവിടെ CPMൻ്റെ ഒരു ക്രിമിനൽ സംഘമുണ്ട് ആ കാഞ്ഞിരക്കടവിനടുത്തുള്ള ഭാഗത്ത്. അവിടെ നിന്നുള്ള ആളുകളുണ്ട്, പല ആയുധങ്ങളൊക്കെ ശേഖരിക്കുന്നുണ്ട്. എന്നൊക്കെ കുട്ടികൾ നമ്മളാരും അതിനെ മുഖവിലക്കെടുത്ത് പോലുമില്ല. ഇവിടെ ഒരു കുഴപ്പവുമില്ല, ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. സാധാരണ ആദ്യമായി ജയിച്ചതല്ല. ഇപ്പോൾ ഒരു 10-20 വർഷമായി. ഞങ്ങൾ ഇന്നെ 15 വർഷം കഴിഞ്ഞില്ല, 4ാമത്തെ ടേമാണ്. 20 വർഷം ഞങ്ങൾ ഇന്നെ ജയിക്കുന്നത്. അവിടെ പുതുതായിട്ട് വേറെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മൾ അതിനൊന്നും മുഖവിലക്കെടുത്തില്ല. ഏകപക്ഷീയമായി അവിടെ നിൽക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്ത് വേറെ കുഴപ്പം സാധ്യതയില്ല. അത് കഴിഞ്ഞൊരു 8:30 മണി ആയിട്ടുണ്ടാവും.
അപ്പോഴാണ് ആരോ വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഇവിടെ ബോംബ് എറിഞ്ഞിട്ടുണ്ട്, ഈ ഇന്ദിരാഗാന്ധി സ്തൂപവും ഈ കോൺഗ്രസ് ഓഫീസൊക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും എന്താ ഇപ്പം ചെയ്യുക? രാത്രി ഞാൻ എൻ്റെ വീട്ടിലുണ്ട്, വേറെ 2-3 പേര് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ അവിടെ വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പം നമ്മളെന്താ ചെയ്യുന്നത്, ഇനി എന്തോ വിവരം ഉണ്ടെങ്കിൽ അപ്പം പോവുക, ഇപ്പം എന്താണെന്നറിയില്ല. അപ്പോഴേക്ക് പിന്നെ തുരിതുര ഫോൺ വരികയാണ്. അപ്പോഴാണ് വേണു എൻ്റെ അടുത്ത് പറഞ്ഞു രാധാകൃഷ്ണനുണ്ട് അവിടെ. അപ്പോൾ ഞാൻ ചോദിച്ചെങ്ങനെ വേണു രാധാകൃഷ്ണനൊക്കെ അവിടെ എത്തിയത്? അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തിരുവത്ത് എന്ന് പറയുന്ന വീട്ടിൽ നമ്മളെ പാർട്ടിയുടെ മുന്നണിയുടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അവരൊരു കല്യാണമുണ്ട്, അത് അന്ന് രാത്രിയാണ്. അപ്പോൾ ഞാനും അവിടത്തേക്ക് പോകാൻ കുറച്ച് കഴിഞ്ഞ് പോകാൻ എൻ്റെ അയൽപ്പക്കം തന്നെയാണല്ലോ. അപ്പോൾ എന്ന് വിചാരിച്ചു ഇവർ വൈകുന്നേരം വന്ന് പോകുന്ന സമയമാണ് തോന്നുന്നു. ഇവർ നേരെ അവിടെ വന്ന് ഞാൻ അവിടെ കയറി ചെല്ലുമ്പോൾ വീട്ടിൽ നിന്ന് വിവരം അറിഞ്ഞ് ഞാനൊരു സൈക്കിളിൻ്റെ മുകളിൽ ഇത് ബാക്കിൽ കയറി അവിടെ എത്തിയപ്പോൾ കാണുന്നത് ഇത് കത്തുകയാണ്, ഇങ്ങനെ പുകയുണ്ട്, ഒപ്പം ഓടുമൊക്കെ അടിഞ്ഞ് പൊളിഞ്ഞ് വീണിട്ടുണ്ട്, അതിൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, സ്തൂപത്തിന് ഇന്ദിരാഗാന്ധിയുടെ സ്തൂപത്തിന് അതിൻ്റെ ചെവിട് തകർന്നിട്ടുണ്ട്, മൂക്ക് പൊട്ടിയിട്ടുണ്ട്, നെഞ്ചത്ത് ഈ ബോംബെറിഞ്ഞ പാടുമുണ്ട്. അപ്പോൾ പുകയും അപ്പുറവും ഇപ്പുറമൊക്കെ ഇതുണ്ട്. ഇപ്പോൾ നിലത്ത് ബോംബെറിഞ്ഞതിൻ്റെ പേപ്പറും കാര്യങ്ങളും അതിൻ്റെ ചില്ലുമൊക്കെ അവിടെ ഉണ്ട് ഈ കൂട്ടത്തിൽ. അപ്പം ഞങ്ങൾ 3 പേരുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാവരും വന്നു. പിന്നെ പോലീസിനെ വിളിച്ചു, പോലീസ് എത്തി. ഞാനിവിടെ നിന്ന് ഫസ്റ്റ് തന്നെ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ SP വിളിച്ചു. SP പറഞ്ഞ് ഇങ്ങനെ കുഴപ്പമുണ്ട്, അവിടെ അനാവശ്യമായ പ്രശ്നങ്ങളാണ്, നിങ്ങൾ ഫോഴ്സിനെ അയക്കണം, ചെറിയ ഫോഴ്സ് മതിയാവില്ല അവിടെ, അവർ ബോംബെറിഞ്ഞ് നോക്കിയാൽ പറയുന്നത്. ഞാൻ സൈറ്റ് കാണാതെ തന്നെ അവിടത്തേക്ക് ബോംബ് വിളിച്ച് പറഞ്ഞു. പക്ഷേ ഇവർ അവിടെ എത്തിയപ്പോൾ പിന്നെ ഇത് 100-200 പേര് 200 ചില്ലാൻ ആളുകൾ ഇതറിഞ്ഞ് വിവരം അറിഞ്ഞ് നിങ്ങളെ കണ്ടല്ലോ ഇപ്പോൾ ഈ കാണിച്ചു തന്നില്ലേ എറിഞ്ഞ് പൊളിക്കുന്നത്. അതിൻ്റെ ജസ്റ്റ് മുമ്പാണ് ആദ്യത്തെ സംഭവമാണ്. അത് പിന്നീട് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറിന് ശേഷം ഇതൊരു 8 മണി 8:15 8:30 ഉള്ളിലാണ് ആദ്യത്തെ സംഭവം. ബോംബെറിയുന്നു, ചെറുതായിട്ടല്ല, നന്നായിട്ട് കേട് പറ്റിയിട്ടുണ്ടെങ്കിൽ ഓടുമൊന്നും കംപ്ലീറ്റ് പോയിട്ടില്ല, ആഫീസ് തകർത്തിട്ടില്ല, ഈ പ്രതിമക്കും ഇതൊക്കെ ഇങ്ങനെ പറ്റിയിട്ടുണ്ട്, കുറച്ച് ഗ്ലാസ് അവിടെ തകർന്നിട്ടുണ്ട്. ഇത് ആദ്യത്തെ സംഭവം. അപ്പം ഞങ്ങളൊക്കെ എത്തി 100-200 ചില്ലാൻ ആളുകളുണ്ടാവും. പ്രവർത്തകരൊക്കെ വൈകാരികമായി ഒരു കുഴപ്പമില്ലാത്തടത്ത് എന്തിനു വേണ്ടിയത് പ്രതിഷേധ പ്രകടനം എന്ന് പറഞ്ഞ് ഞങ്ങളെ വളഞ്ഞിട്ടു. ഞങ്ങൾ പറഞ്ഞ് രാത്രിയാണ് ഒരു പ്രതിഷേധ പ്രകടനവും വേണ്ട, എല്ലാം രാവിലെ ആക്കാം, നമുക്ക് 10 മണിക്ക് രാവിലെ 9 മണിക്കോ 10 മണിക്കോ പ്രതിഷേധ പ്രകടനമൊക്കെ നടത്താം, നിങ്ങളൊക്കെ പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു. വളരെ സമ്മർദ്ദം ചെലുത്തിയാണ്. അപ്പോഴത്തേക്ക് അവിടെ ഒരു വണ്ടി പോലീസുണ്ട്, ഓർക്കാട്ട് എടച്ചേരി SHOയുടെ നേതൃത്വത്തിൽ ഉള്ള പോലീസ് അവിടെ ഉണ്ട്. 5-6 പോലീസുകാരും ഈ SHOയും SI ഒക്കെ അവിടെ ഉണ്ട്. അത് ഇവരെടുത്ത് ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ പോലീസൊക്കെ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു അപ്പുറത്തൊരു വീടുണ്ട്, ആ വീട്ടിലാണ് ഇവർ സംഘടിച്ച് നിൽക്കുന്നത്, ആ വീട്ടിൽ ക്രിമിനലുകളുടെ കുറച്ച് ദിവസമായിട്ട് അവർ ഏർപ്പാട് തന്നെ അതാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി പരിശോധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക് എന്താ. അങ്ങനെ പോലീസ് അങ്ങോട്ട് പോയി ആ വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ തല്ലാന്ന് പോലീസിന്. ആ വീഡിയോ പോലീസിൻ്റെ കയ്യിലുണ്ട്, പോലീസ് ഇതുവരെ പുറത്ത് വിട്ടില്ല. പോലീസിനെ തല്ലി SI വീട്ടിലും വീഡിയോ ഉണ്ട്, വീട്ടിൽ വീഡിയോ ഉണ്ട്, പുറത്തും വീഡിയോ ഉണ്ട്. പോലീസ് വീഡിയോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലീസിന് നല്ലോണം തല്ലുകൊണ്ടു. ക്രിമിനലുകൾ CPMകാരായ ക്രിമിനലുകൾ ആ വീട്ടിനകത്തുണ്ടായിരുന്നു, RJDക്കാരും ഉണ്ടായിരുന്നു. ആ വീട്ടിൻ്റെ മുറ്റത്തും കോമ്പൗണ്ടിലും റോട്ടിലും ഒക്കെ ആയിട്ടുണ്ട്. ആളുകളെ പേരും നമുക്കറിയാവുന്ന CPMൻ്റെ ഇത്തരം ആക്ഷന് പങ്കെടുക്കുന്ന ഞങ്ങൾക്കറിയാവുന്ന ആളുകളാണ്, അവരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ പോലീസിനെ അവിടുന്ന് തല്ലി ഓടിച്ചു. അപ്പം ഞങ്ങളിതൊന്നും അറിയുന്നില്ല. പോലീസ് തിരിച്ചവിടെ വന്നു, ഞങ്ങളോട് പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകണം. SP വീണ്ടും വിളിച്ചപ്പോൾ പറഞ്ഞു ഫോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇയാൾ SHO പറഞ്ഞു ഇതാ 1 കിലോമീറ്റർ ഇവിടെ ഏതാണ്ട് ഹൈസ്കൂളിൻ്റെ താഴെ എത്തി ഫോഴ്സ് ഇപ്പോൾ വരും. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു നിങ്ങളെങ്ങനെ, ഞങ്ങളെല്ലാം പിരിഞ്ഞു പോയി, അതിൻ്റെ പ്രൊട്ടക്ഷൻ ആരായിട്ടെടുക്കുക, ഇതിപ്പോൾ ബാക്കിയുള്ളത് ഇവിടെ നിലനിൽക്കണ്ടേ? ഞങ്ങളുണ്ട് റെഡി, ഗ്രനേഡ് എടുക്കുക, അതിൻ്റെ ഒരു പെട്ടിയൊക്കെ കൊണ്ടുവന്നൊരു കാർട്ടൂൺ ഗ്രനേഡിൻ്റെ ഇതാ ഇപ്പോൾ എല്ലാം ഞങ്ങൾ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യും, അവിടെ ഒരു പ്രശ്നവുമില്ല. പിന്നെ MSPക്കാരാണ് വരിക, അപ്പോൾ അവർ ഈ ആൾക്കൂട്ടം കാണുമ്പം വെറുതെ പിന്നെ അവരിറങ്ങി തല്ലും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, ആളുകളൊക്കെ ഞങ്ങൾ ഒഴിവാക്കാം, ഞങ്ങളെ പ്രതിഷേധ പ്രകടനവും നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു കാരണവുമില്ലാതെ നേരത്തെ സംഘർഷമില്ല, അന്ന് സംഘർഷമില്ല, ഏകപക്ഷീയമായി ഇങ്ങനെ എറിഞ്ഞ് പൊളിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോലീസ് പ്രതിഷേധ പ്രകടനം നടത്തിയില്ല, ഒന്നും നടത്താതെ പോലീസ് പറഞ്ഞ നാട്ടിൽ സമാധാനം വേണം, അല്ല പകലാകാൻ രാത്രിയാകുമ്പോൾ കുഴപ്പമുണ്ടാവും എന്നുള്ളത് കൊണ്ട് ഇവരെയൊക്കെ തിരിച്ചയച്ച് വേണു രാധാകൃഷ്ണനും ഓർക്കാട്ടേരിക്ക് പോയി, ഞാൻ എൻ്റെ വീട്ടിലേക്കും പോയി. ഒരു വീട്ടിലെത്തിയിട്ടുണ്ട് ഒരു 10 മിനിറ്റ്. പിന്നെ കാണുന്നത് ഒരു 300ഓളം വരുന്ന സംഘമാണ് പിന്നെ ഇതൊക്കെ ചെയ്യുന്നത്.
ആ പോലീസ് കൊണ്ട് ഈ ഒരു ലോഡ് പോലീസ് വേറെ ഒരു കൂടെ വണ്ടി അവിടെ വന്നിട്ടുണ്ട്, ബസ് പോലീസ്. ഇവരൊക്കെ നോക്കി നിൽക്കെ പൂർണ്ണമായി ഇത് തകർത്തു. അത് തകർത്ത മാത്രമല്ല, പിന്നെ ഇവർ ഒരു 3/4 കിലോമീറ്റർ എൻ്റെ വീട് വരെയുള്ള ദൂരം അവിടുന്ന് ഏതാണ്ട് ഒരു 3/4 കിലോമീറ്റർ ഉണ്ടാവും. പിന്നെ 350 ആളുകൾ, മാരകായുധം, ബോംബ്, വടം കണ്ടില്ല നിങ്ങൾ? വലിയ വടാണത്, കയറല്ല, വലിയ വടം. ആ വടം, കമ്പിപ്പാര, ഇതൊക്കെ ആയിട്ട് പിന്നെ അഴിഞ്ഞാട്ടാണ്. ഒരു 8:45 9 മണി മുതൽ 11:30 11:45 വരെ ഒരു ഏരിയ മുഴുവൻ. സാധാരണ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായി നോക്കുക, ഒരു ആഫീസ് അടിച്ച് പൊളിച്ചു, അല്ലെ ബോംബിട്ടു, ആ ക്രിമിനൽ സംഘം പിന്നെ അങ്ങ് പോവല്ലോ. ഇതല്ല, അവർ പിന്നെ ഉറപ്പായും തറപ്പിച്ച് പറയാൻ സാധിക്കും, എടച്ചേരി പോലീസിൻ്റെ പൂർണ്ണമായ ഒത്താശയോടെ, പരിപൂർണമായ ഒത്താശയോടെ പോലീസ് പൂർണ്ണമായി ഇവർക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കി കൊടുത്തു. പിന്നെ ഇവർക്ക് എന്താ പ്രശ്നം, 3 മണിക്കൂർ നിന്ന് താണ്ഡവമാടി. അതിൻ്റെ അപ്പുറത്തുള്ള വീടുകളുടെ ഗേറ്റിനെറിഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ ബസ് ഷെൽട്ടറുണ്ട്, വെയിറ്റിംഗ് ഷെൽട്ടർ 2 അതൊക്കെ അടിച്ചു പൊളിച്ചു. ശുദ്ധ തെറി വിളിക്കാൻ ആരെങ്കിലും ഒരാൾ വീട്ടിൽ നിന്ന് നമുക്ക് നിരന്തരമായി ഫോൺ വരും, ഇവിടെയൊക്കെ ബഹളം, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്, അവരിങ്ങ് വീട്ടിൽ കയറുമോ, എന്താ പ്രശ്നം. നമ്മളെ പല വീടുകളും നമ്മളെ നാട്ടിലുള്ള, നമ്മളെ അയൽപ്പക്കത്തുള്ള, ഞാനവരോട് പറഞ്ഞു ആരും ഇറങ്ങരുത്, പുറത്തിറങ്ങിയാൽ കുഴപ്പമായിരിക്കും. ഒരു വൈകാരികത ഇപ്പം കാണിക്കണ്ട, കാരണം ഇറങ്ങിയാൽ ഇവർ തല്ലുന്നു മാത്രമല്ല കൊല്ലും. എന്തോ ഒരു പ്ലാൻ ചെയ്താണിത് വന്നത്. അങ്ങനെ ഞാൻ നിരന്തരം DYSPയെ വിളിച്ചു, SP വിളിച്ചു, CI വിളിച്ചു, ആരും ഫോൺ എടുത്തില്ല. അവസാനം എല്ലാം കഴിഞ്ഞ് 11:50 ആയപ്പോൾ പിന്നെ പോലീസ് വരിക, DYSP വരികയാണ്, CI വരിക. ഞാൻ പറഞ്ഞു, ഇങ്ങ് കയറണ്ട, നിങ്ങൾ പോലീസാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കുറച്ച് പോലീസ്, നിങ്ങൾ പോലീസാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, CPMൻ്റെ യൂണിഫോം ഇട്ടിട്ട് വന്ന പോലീസുകാരാണിത്, അല്ല പോലീസിൻ്റെ യൂണിഫോം ഇട്ട് വന്ന CPMകാരാണിത്. അതുകൊണ്ട് ഇങ്ങ് ഗേറ്റിൽ കയറുന്നു എന്ന് പോലും പറയേണ്ടി വരുന്ന അത്രയും ഭീകരമായ ഒരു അവസ്ഥ. ഇനി അത് ചെയ്യുന്നതാരാ? ഒന്ന് സന്തോഷം, നിങ്ങൾ കണ്ടിത് കാണിച്ചെന്നില്ല, ഒന്ന് മനയത്തി യന്ത്രൻ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗൗരവം. ഈ ക്രിമിനലുകൾക്ക് നേതൃത്വം കൊടുക്കുന്നതും ഒത്താശ ചെയ്യുന്നതും അവരെ കൊണ്ട് ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നതും പോലീസിനെ നിർവീര്യമാക്കുന്നതും മനയത്തി ചന്ദ്രനും ഈ സന്തോഷം ചേർന്നാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്നത്. ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ഇത്ര ക്രൂരമായി. എന്നിട്ട് ഇതൊക്കെ നടന്നു, എക്സ്പ്ലോസീവ്, പിന്നെ ബോംബെറിഞ്ഞ എല്ലാ തെളിവ്, എല്ലാ കാര്യവും. ബോംബ് പൊട്ടുന്ന നിങ്ങൾക്ക് അതിൽ കേൾക്കാം, പൊട്ടുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം വീഡിയോയിൽ. എന്നിട്ട് കേസെടുത്ത് ഇപ്പോൾ 6 പേരെ മറ്റോ ഇവർ കേസെടുത്തിട്ട് മിനിയാന്ന് കോടതിയിൽ ഹാജരാക്കി. ആളുകളെ ഏതാണ്ട് 350 പ്രതികളെ അക്യൂസ്ഡായ, ശരിക്കും കൃത്യമായി ഇതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഇതിൽ ആക്ഷനിൽ പങ്കെടുത്ത സന്തോഷ് ഉൾപ്പെടെയുള്ള ആളുകൾ. നിങ്ങളിതൊക്കെ ഇതിൽ നമ്മളാരും ഉണ്ടാക്കിയ വീഡിയോ അല്ലത്, ആ വിഷ്വൽ മുഴുവൻ ആ സ്പോട്ടിൽ പലരും എടുത്ത ഇതാണ്, ഞങ്ങൾ കളക്ട് ചെയ്തതാണ്. എന്നിട്ട് അവരെ ഈ പോലീസുമായി ഒത്തുചേർന്ന് തന്നെയാണ് എന്നുള്ളത് 100% ഉറപ്പിക്കുന്ന രൂപത്തിലാണ് പിന്നീടുണ്ടായത്. കോടതിയിൽ ഇവരെ ഹാജരാക്കിയപ്പോൾ കോടതി ചോദിക്കുകയാണ്, റിമാൻഡ് റിപ്പോർട്ട് മറച്ചു വെച്ചു. കോടതി വളരെ ശാസിച്ചു ഇവരെ, പോലീസിനെ. എന്നിട്ട് SHOന് നോട്ടീസ് അയക്കാൻ പറഞ്ഞു. അതൊക്കെ പത്രം റിപ്പോർട്ട് ചെയ്താൽ. അപ്പോൾ പോലീസ് 100% പോലീസും CPMും ഒരുമിച്ച് ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ വിഷയങ്ങൾ, ഇത്രയും ഗുരുതരമായ വിഷയം. ഞങ്ങളവിടെ UDF ജനകീയ മുന്നണിയുടെ പ്രവർത്തകരവിടെ ശാന്തമായില്ലായിരുന്നെങ്കിൽ, അവർ ഇവരെ ഒരു ചെറിയ പ്രതികരണത്തിന് പോയിരുന്നെങ്കിൽ നാട് മുഴുവൻ കുട്ടിച്ചോറാവുമായിരുന്നു. അത്രയും ഭീകരമായ ഒരവസ്ഥാവിശേഷം. എന്നിട്ടും പോലീസും ഇത് കൈകാര്യം ചെയ്യുന്നില്ല. ഞങ്ങളെന്താ ചെയ്യേണ്ടത്? ആരോടാണ് ഇത് പറയേണ്ടത്? പോലീസ് ക്രിമിനലുകൾക്ക് ഇങ്ങനെ ഒത്താശ ചെയ്ത് കൊടുത്താൽ, ഇപ്പോൾ ഈ ക്രിമിനലുകളൊക്കെ അറസ്റ്റ് ചെയ്തവരൊക്കെ പുറത്തു വന്നു. ഇനി ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ എന്താ മെസ്സേജ്? നിങ്ങൾ അടിച്ചു പൊളിച്ചോ, ഞങ്ങളുണ്ട്, പോലീസുണ്ട് എന്ന രൂപത്തിലാണ് ഇപ്പോഴുള്ള കാര്യങ്ങൾ. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം. അതുമായി ബന്ധപ്പെട്ട് പ്രതികളെ പിടിക്കുന്നില്ലെങ്കിൽ ഒരു പോലീസാണ് നാട്ടിൽ കലാപമുണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ല. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ആളുകൾക്ക് പുറത്തിറങ്ങി ധൈര്യപൂർവ്വം നടന്നു പോകാൻ സാധിക്കണ്ടേ? ഇങ്ങനെ ക്രിമിനലുകൾ കള്ളും കുടിച്ച് വന്നാൽ ഈ അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അല്ല, സാന്നിധ്യം മാത്രമല്ല, പോലീസുകാരെ കൊള്ള ചാടിക്കയറുന്നതാരാ? ഈ സന്തോഷ
സാധാരണ ഒരു കുഴപ്പം. ഇപ്പം ഞങ്ങൾ 3 പേര് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെന്താ ചെയ്ത്, ഒരു പ്രവർത്തകർ സ്റ്റാർട്ടിങ്ങിൽ 8-8:30 മണിക്ക് ഞങ്ങൾ വിവരം അറിഞ്ഞാൽ അവിടെ എത്തി. ഞങ്ങൾ ചെയ്തെന്താ, 100-200-250 പേരെ ഞങ്ങളെല്ലാ നിലയിലും അവരെ പാർട്ടി, നമ്മളെ ആളുകൾ എന്നുള്ള നിലയിലും, മുന്നണി പ്രവർത്തകരെന്നുള്ള നിലയിലും, നാട്ടുകാരെന്നുള്ള നിലയിലൊക്കെ ഇവരൊക്കെ നമ്മൾ ഒഴിവാക്കി. ഒരാളെ പോലും അവിടെ വെക്കാതെ. അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അരമണിക്കൂറിനൊക്കെ അവിടെ കൊലപാതകം. ഇതൊന്നും നമുക്കറിയില്ല, ഇങ്ങനെ പ്രീ പ്ലാൻഡ് സംഗതികളൊന്നും. അല്ലല്ല, അക്രമം നടന്നുകൊണ്ട്, അതായത് സന്തോഷ് അക്രമം. അതിനുശേഷം ആ സംഭവം നടക്കുന്ന നിങ്ങൾക്ക് ടൈം ആയതിലുണ്ട്. 8:45-9 മണിക്കാണ്. 11:30 മണി 12 മണി വരെ ഈ സന്തോഷും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളും ആ റോട്ടിൽ ഇവരെ കൂടെ ഉണ്ട്. നിങ്ങൾ കാണേണ്ടതെന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് ഓഫീസ് അടിച്ചു പൊളിച്ചതിന് ശേഷം ഈ അക്രമകാരികൾ പിരിഞ്ഞു പോയിട്ടില്ല. അതിനുശേഷമാണ് മുസ്ലിം ലീഗിൻ്റെ പാർട്ടി ഓഫീസും അടുത്ത വെയിറ്റിംഗ് ഷെഡും ഒക്കെ ഇത് കെട്ടി വലിക്കുന്നത്. ഈ 2 നേതാക്കന്മാരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അവരെ പിരിച്ചു വിടുമായിരുന്നെങ്കിൽ, അതിനുശേഷം ഈ 3 മണിക്കൂർ നേരം ആ റോഡിലൊരു സംഹാര താണ്ഡവുണ്ടാവില്ല. അപ്പം നേതാക്കന്മാർ ഇവരെ പിരിച്ചു വിട്ടിട്ടില്ല. കോൺഗ്രസ് ഓഫീസ് അടിച്ചു പൊളിക്കുമ്പോൾ ഈ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുടെ പ്രതിമ അടിച്ചു പൊളിക്കുമ്പോഴും ഈ നേതാക്കന്മാർ സാന്നിധ്യമുണ്ട്. അവിടുന്ന് ഇവരെ പിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ ഈ പാർക്കൽ പറഞ്ഞ പോലെ 3 മണിക്കൂർ നേരം ഉണ്ടാകുന്ന സംഭവം ഉണ്ടായിരുന്നില്ല. ലീഗിൻ്റെ വെയിറ്റിംഗ് ഷെഡും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഓഫീസുകളും ഒക്കെ അടിച്ചു പൊളിക്കുന്ന ഒരു വിഷയം ഉണ്ടാവുമായിരുന്നില്ല. കുഞ്ഞമ്മ ഡോക്ടറെ വീടിനറിഞ്ഞു. അവിടുത്തെ ഏറ്റവും ചെറുങ്ങിയ ഡോക്ടർ കുഞ്ഞമ്മ ഡോക്ടർ. അയാളെ വീട്ടിന് ഇവർ വീടൊക്കെ ലക്ഷ്യം വെച്ച, ഇവർ പ്രകോപിപ്പിച്ച ആളുകളെ പുറത്തിറക്കാൻ അതുവഴി ഇവർ വേറെന്തോ ലക്ഷ്യം വെച്ചു. ആസൂത്രണം ചെയ്താണെന്ന് പറയാം. അവിടെ ഒരു വിഷയം നടക്കുന്ന സമയത്ത് ഇതിലിപ്പോ മനയത്ത് സന്തോഷ് മാത്രമല്ല, ഇതിൽ കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നു. അതിന് CPM-ന്റെയും RJDയുടെയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇതിൽ പങ്കാളികളാണ്. അങ്ങനെയാണ് 100-200 പേരെ ഒന്നായിട്ട് ഇത്തരം ഒരു 3 മണിക്കൂർ നേരം അഴിഞ്ഞാടാൻ വേണ്ടി അവരൊക്കെ ഒരു നേതൃത്വത്തിന് അനുവാദമുണ്ട്. അതിന്റെ തുടർച്ചയാണ് മനയത്തും സന്തോഷവും അവിടെ എത്തിച്ചേരുന്നത്. അവരെത്തിച്ചേർന്നത് അവിടെ ഒരു കഥയുണ്ടാക്കി. കാരണം ക്രിമിനലുകൾ തമ്പടിച്ച വീട്, ആ വീട് പോലീസ് കാരാൻ ശ്രമിച്ചു. ആദ്യഘട്ടം പോലീസ് ആക്രമണം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, അവിടെ ഒരാൾ ഷർട്ട് വലിച്ചൂരി എറിഞ്ഞു, എന്നിട്ട് മെസ്സേജ് കൊടുത്തു. കാരണം വീട്ടിലേക്ക് പോലീസ്, പാറക്കൽ അബ്ദുള്ളയുടെ നിർദ്ദേശം അനുസരിച്ച് പോലീസ് വീട്ടിലേക്ക് കയറി ആക്രമിക്കുകയാണ് എന്ന മെസ്സേജ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് 100-300 ആളുകൾ വീണ്ടും വരുന്നത് സായുധരായിട്ട്. അവർ കൂടി ഉൾപ്പെട്ടിട്ടാണ് പിന്നീട് നേതാക്കന്മാരുടെ എത്തി. അവിടെ എല്ലാവരും ഈ ചന്ദ്രക്കൂർ അവിടെ എത്തി. പിന്നീടാണ് പോലീസ് ഉൾപ്പെടെ അവരെ പിന്തുടർന്നുകൊണ്ടാണ് പിന്നീട് നടന്ന 3.5 മണിക്കൂർ നടന്ന ആക്രമണങ്ങൾ മുഴുവൻ. അതിൽ ഞങ്ങളുടെ ഒന്നാമത്തെ പ്രശ്നം ഈ കലാപം യഥാർത്ഥത്തിൽ തൂണേരിയുടെ പുതിയ മോഡലാണ് ഉണ്ടായത്. തൂണേരി നടന്ന കൊള്ളയുടെയും അതുപോലെ ആക്രമണത്തിന്റെയും തുടർച്ചയാണ് ഏറാമലയിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഗൗരവപ്പെടുത്തുന്നത്. അതിന് പോലീസ് കൂട്ടുന്നത് പൂർണ്ണമായിട്ടും. പോലീസ് റൂറൽ SP-യും അതുപോലത്തെ വരുന്ന പോലീസുകാരും ഉൾപ്പെടെ പറയുന്നത് ഞങ്ങളുടെ സേനയ്ക്ക് തീരാ കളങ്കമാണ്. പിന്നീട് നടന്ന കാര്യത്തിലൊക്കെ പോലീസ് ഒപ്പമുണ്ട്, അവർ സഞ്ചരിക്കുകയാണ്. പോലീസിന്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ആണ് ഇവർ ആക്രമിക്കുമ്പോൾ അവർക്ക് വെളിച്ചം ഉണ്ടാക്കിയത്. അത് ഒരു ഘട്ടം ചെയ്തു. പിന്നീട് പോലീസ് എന്താ ചെയ്യുന്നത്? പിന്നീട് പോലീസ് 5-6 ആളെ അറസ്റ്റ് ചെയ്തു എന്ന് പറയും. ഈ ഗൗരവമായി കേസ് ചാർജ് ചെയ്താലേ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലേക്ക് റിമാൻഡ് റിപ്പോർട്ടിൽ വെള്ളം ചേർത്തു. എന്നിട്ട് അവർക്ക് ജാമ്യം കിട്ടുകയാണ്. അങ്ങനെ പൂർണ്ണമായിട്ടും പോലീസ് സംവിധാനം ഈ കലാപകാരികൾക്കൊപ്പം നിന്നതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് ഞങ്ങളുടെ ഒന്നാമത്തെ ഡിമാൻഡ്, അവിടെ ഈ നിസ്സംഗത പാലിച്ച പോലീസ് സംവിധാനത്തിനെതിരെ ആരാണോ അത് നേതൃത്വം കൊടുത്തത്, HSO ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, അവരെ പേരിൽ നടപടി, ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണം. 2, ഇതിൽ വിഷ്വൽ കാണുന്ന കൂട്ടിച്ചേർക്കുന്നില്ല. വിഷ്വലിൽ പോലീസിന്റെ കയ്യിൽ ഈ വിഷ്വലിൽ മുഴുവനുണ്ട്. ആ വിഷ്വലിൽ കാണുന്ന ആളുകൾക്കെതിരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. അത് സന്തോഷമുണ്ട്, മനോജേന്ദ്രനുണ്ട്. ഒരു പ്രശ്നത്തിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ അവരാണല്ലോ നേതൃത്വം. അല്ലെങ്കിൽ വിഷയം ഉണ്ടാകാൻ പാടില്ല. അവിടെ നിന്ന് അവസാനം ഉണ്ടാകുന്നത് പാറക്കൽ അബ്ദുള്ളയുടെ വീട്ടിലേക്കാൾ ഒരു മാർച്ച് പുറപ്പെടുന്നത്. അവിടെയാണ് അവിടെ നിന്ന് അവസാനിക്കുന്നത്. എന്നിട്ട് പോലീസ് പാറക്കൽ അബ്ദുള്ളയുടെ വീട് ആക്രമിക്കുക എന്നതുകൊണ്ട് പോലീസ് പാറക്കൽ അബ്ദുള്ളയുടെ വീട്ടിലെത്തുകയാണ്. വീട് ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയും. എന്നിട്ടും ഈ സംവിധാനത്തെ അടിച്ചു പിരിക്കാനോ അല്ലെങ്കിൽ നേരിടാനോ പോലീസ് തയ്യാറല്ല. ഈ നേതൃത്വം എല്ലാം അവിടെ ഉണ്ട്, വ്യക്തമാണ് ഇതിൽ. അതുകൊണ്ട് ഇവിടെ പോലീസ് പൂർണ്ണമായിട്ടും വടക്കേന്ത്യയിൽ കാണുന്ന രൂപത്തിലേക്കുള്ള കലാപത്തിന്റെ ഒത്താശക്കാരെ മാറുന്നത്. നിങ്ങൾക്ക് വടം കെട്ടിയിട്ട് ഒരു കാറ്റും കൊടുങ്കാറ്റടിച്ചാൽ പോകുന്ന ഒരു ടീം പോലെയാണ്.
മഴവും പിന്നെ വലിയ കയറൊക്കെ യാദൃശ്യമായിട്ട് വായു വന്നതല്ല. ഒരു സംവിധാനം അതിന്റെ ഭാഗമായിട്ട് വരികയാണ്. ഒരു നാട് കൊള്ളയടിക്കാൻ വേണ്ടി ഇവർ രാഷ്ട്രീയ നേതൃത്വമാണ്. അവിടെ തന്നെ രാഷ്ട്രീയ സംഘർഷം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ പദ്ധതി വേണമെന്ന് വിളിക്കൂല. ഭക്ഷ്യ പൊളിക്കലും അടിയും സംഗതിയൊക്കെ തെരഞ്ഞെടുപ്പിലൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാവും. അതവിടെ അവസാനിക്കും. പക്ഷെ ഇതുപോലെ സംഘടിതമായി ഒരു നാടിന് ഇങ്ങനത്തെ ആ ഉമ്മയുടെ കരച്ചിലുകൾ കണ്ടത് എന്ത് ഇതാ പോലീസ് നോക്കിക്കോ ഇവർ ഇറങ്ങുന്നില്ല, ഇതെന്താ കഥ എന്ന രൂപത്തിലേക്ക് സ്വൈരമായി 3 മണിക്കൂർ നേരം പോലീസ് ഉണ്ടായാൽ ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങളോടൊപ്പമാണ് എന്ന അവസ്ഥക്ക് നാട്ടിൽ വരികയാണെങ്കിൽ നാട്ടിൽ എങ്ങനെയാണ് സമാധാനം ഉണ്ടാവുക? എങ്ങനെയാണ് പോലീസ് സംവിധാനത്തെ നമുക്ക് വിശ്വസിക്കുക? അതുകൊണ്ട് ഈ ഒന്നാമത്തെ പ്രതി പോലീസാണ്, അവരുടെ പേര് നടപടി വേണം. 2, ഈ കേസിൽ ഇൻവോൾവ് ആയ മുഴുവൻ ആളുടെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാകണം. അവർക്ക് അർഹതപ്പെട്ട രൂപത്തിൽ ഉള്ള ശിക്ഷ ഉറപ്പുവരുന്ന വകുപ്പുകൾ ചേർക്കണം. അതിനുതകാൻ പോലീസ് തയ്യാറായിട്ടെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും. കാരണം സർവകക്ഷി യോഗം ആദ്യം വിളിച്ചെത്ത ആ യോഗത്തിൽ പോലും ഇവരുടെ ഭാഗം ന്യായീകരിക്കാൻ അവർ കഴിയുന്നില്ല, ഒന്നും പറയാൻ കഴിയുന്നില്ല. അവർ ആകെ ഉദ്ദേശിക്കുന്നത് ടാർഗറ്റ് ചെയ്യുന്നത് പാറക്കൽ അബ്ദുള്ളയെ ടാർഗറ്റ് ചെയ്യാണ്. അതിന് വേറെ ലക്ഷ്യമുണ്ട്. കാരണം അബദ്ധത്തിൽ പാറക്കൽ അബ്ദുള്ള മുന്നേ അവിടെ തെരഞ്ഞെടുപ്പിൽ ലതികയെ തോൽപ്പിച്ചെന്നാണ് പ്രശ്നം. അന്ന് മുതൽ പാറക്കൽ അബ്ദുള്ള ടാർഗറ്റ് ചെയ്യാണ്. ആ ടാർഗറ്റ് ചെയ്യുന്നത് ഇതിലുണ്ട്. കാരണം പാറക്കൽ അബ്ദുള്ള ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പാറക്കൽ അബ്ദുള്ള എല്ലാവരും ഇന്ദിരാഗാന്ധി സുഖത്തിന് പോകാൻ പറഞ്ഞത്, പാറക്കൽ അബ്ദുള്ള എല്ലാവരും ഈ പിന്നെ അവിടെ കലാമുണ്ടാക്കിയത്. പക്ഷെ ബോധപൂർവം ഉണ്ടാകുന്നതിന് 2 ഉദ്ദേശമുണ്ട്. ഒന്ന്, അല്പം വർഗീയമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവ്വം CPM ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് പാറക്കൽ അബ്ദുള്ളയെ ടാർഗറ്റ് ചെയ്യുന്നത്. അതുപോലെ പാറക്കൽ അബ്ദുള്ള ഒരു കാരണവശാലും ഇനി എവിടെയും മത്സരം ജയിക്കാൻ പാടില്ല. അദ്ദേഹത്തെ വ്യക്തിപരമായി തേജോവധി ചെയ്യാൻ ബോധപൂർവ്വ ശ്രമം ഇത് നടക്കുന്നുണ്ട്. 2 കാര്യമാണ്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ പരാജയമാണ് CPM-നും ഉണ്ടായത്. കാരണം 500 ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ജയിക്കുക, 7 ജില്ലാ പഞ്ചായത്തിൽ ജയിക്കുക, 4 കോർപ്പറേഷനുകളിൽ 1 കോർപ്പറേഷൻ മാത്രമാണ് CPM LDF-ന്റെ കയ്യിലുള്ളത്. ബാക്കിയെല്ലാം തോറ്റ് തരിപ്പണമായ ഒരവസ്ഥയിൽ തോറ്റ എല്ലാ സ്ഥലങ്ങളിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെ ഇവിടെ നമ്മുടെ പിന്നെ കുന്നോത്തുപറമ്പിന്റെ പ്രത്യേകത TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളുടെ ഒരു പ്രഭവ കേന്ദ്രമാണ് കുന്നോത്തുപറമ്പ്. ആ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് ചരിത്രത്തിൽ ആദ്യമായി UDF പിടിച്ചു. അവിടെയാണ് വാളും എടുത്തുകൊണ്ട് വീട്ടിൽ കയറുന്നത്. ഇതേ രൂപത്തിലാണ് വാളും എടുത്തുകൊണ്ട് എതിർകാരുകൾ വീട്ടിൽ കയറുകയാണ്. എന്ന് പറഞ്ഞാൽ തോൽവി അംഗീകരിക്കാൻ വേണ്ടി CPIM തയ്യാറാകണം. അതാണ് പ്രശ്നം. തോൽവി അംഗീകരിക്കാത്തതുകൊണ്ടാണ് വടകരയിൽ 2009 CPM സ്ഥാനാർത്ഥിയുടെ തോൽവിയാണ് ചന്ദ്രശേഖരനെ കൊല്ലുന്നത്. ഷാഫി പറമ്പിലിനെ ആക്രമിക്കുന്നത് തോൽവി അംഗീകരിക്കുന്നതുകൊണ്ടാണ്. വടകരയിൽ 5253 വോട്ടിന് UDF മുന്നിലാണ്. കുറ്റ്യാടിൽ 4122 വോട്ടിന് മുന്നിലാണ്. കൊയിലാണ്ടിൽ 3924 വോട്ടിന് UDF മുന്നിലാണ്. പേരാമ്പൽ 10923 വോട്ടിന് UDF മുന്നിലാണ്. കൂത്തുപറമ്പിലാണ് 11000 വോട്ടിനും തലശ്ശേരിയിൽ ഒരു 30000 വോട്ടും CPM-ന് കൂടുതലുണ്ട്. ആ വോട്ട് കൂട്ടിയാൽ തന്നെ 9000 വോട്ടിന്റെ ലീഡ് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ LDF-നുണ്ട്. വടകര പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 80,000 വോട്ടിന് മാർജിന് CPM-ന്റെ പൊളിറ്റിക്കൽ വോട്ട് മാത്രം LDF-ന്റെ കൂട്ടിയാൽ 80,000 വോട്ടിന് എപ്പോഴും മുന്നിലാണ്. ആ വോട്ട് തകിടം മറിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 4 പ്രാവശ്യവും UDF വിജയിച്ചത്. ഇപ്പോഴും ഇവിടെ 7 മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നതും ഈ CPM ഉൾപ്പെടെയുള്ള വോട്ടുകൾ മാറി ചെയ്യുന്നതാണ്. അപ്പോൾ കണക്കുകൊണ്ടുള്ളൊരു മായാജാലം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം, ആയുധങ്ങളെടുത്ത് അണികളെ അയക്കുക, എതിരാളികളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഈ ഏർപ്പാട് നാട്ടിൽ അവസാനിപ്പിക്കാൻ വേണ്ടി സർവ്വസന്നാഹം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ജനാധിപത്യ വിശ്വാസങ്ങളും യോജിപ്പിച്ചുകൊണ്ടുള്ള അതിശക്തമായി പോലീസ് തയ്യാറാകുന്നില്ലെങ്കിൽ ജനങ്ങളെ പ്രതിരോധത്തിലേക്ക് വരാൻ കഴിയുന്ന രൂപത്തിലേക്ക് സ്ത്രീകൾ ഉൾപ്പെടെ, കാരണം ആളുകൾക്ക് സ്ത്രീകൾക്ക് ജീവിക്കണമല്ലോ. ഇവർ ചെറിയൊരു പോറൽ അവിടെ ഉണ്ടായ വീടുകൾക്കാരും തുണേരി അതാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഇത് സ്ത്രീകളെ ഉൾപ്പെടെ ഇറക്കിക്കൊണ്ട് മുന്നിൽ നിർത്തിക്കൊണ്ട് അവർക്ക് മാന്യമായി ജീവിക്കാനുള്ള, ഭയമില്ലാതെ ജീവിക്കാൻ വേണ്ടിയുള്ള അവസ്ഥയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തുകയാണ് പോലീസിൽ വിശ്വാസം ഇല്ലെന്ന് ചെയ്യാൻ കഴിയും. അതിലേക്ക് നാട് വരികയാണ്. അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെ, ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ ഈ കാര്യത്തിൽ ഇടപെടണം. ഇടപെട്ടുകൊണ്ട് ഈ പ്രതികളെ പിടിക്കാനും പോലീസിന്റെ നടപടിക്കും വേണ്ടി തയ്യാറാകണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. തെറ്റെന്താ പോലീസിനെ ഓരോ വീട്ടിൽ കയറ്റിന്നില്ല. സാധാരണ നാട്ടില് ഒരു കുഴപ്പമോ എവിടെ വ്യക്തികൾ തമ്മിലുണ്ടായാലും പാർട്ടി ആയാലും അല്ലാത്തതായാലും ഒക്കെ നമ്മൾ പരാതി ഇവിടെ പറയാ പോലീസിലാണ്. അപ്പൊ പോലീസ് പറയുന്ന പരാതി
അത് വലിയ കുഴപ്പമായിട്ട് കണ്ടാൽ പിന്നെ എവിടെ ഇത് പരാതി ഒരു കൊട്ടേഷൻ സംഘത്തെയോ ക്രിമിനൽ സംഘത്തെയോ ചെയ്തപ്പോൾ ഞങ്ങൾ അയച്ചതാണെങ്കിൽ പറയാം നിങ്ങളെങ്ങനെ ഒരു വീട്ടിൽ ഞങ്ങൾ പോലീസിനോട് പറയും. പോലീസ് കാണുന്നുണ്ട് ആ വീട്ടിലെ ആളുകളെ. അപ്പോ ഇതിന്റെ അടുത്തല്ലേ ആ വീട്. അതിൽ പാറക്കൽ ഈ സംഭവത്തിൽ വരുമ്പോ പോലീസ് അവിടെ എത്തുകയാണ്. പോലീസ് പാറക്കല്ലാണ് ചോദിക്കുന്നത് ജാഫറ വീട് അപ്പൊ പാറക്കൽ ജാഫറ വീട് അതാണെന്ന് പറഞ്ഞു. പോലീസിനെ വിളിക്കുന്നത് ഞങ്ങളാണ്. ഇപ്പൊ കോട്ടയം ഞാനാണ് പോലീസിനെ വിളിച്ചത്. പാറക്കൽ അറിയും, പാറക്കൽ ഈ വിഷയം അറിഞ്ഞിട്ട് വരുന്നതാണ്. എല്ലാം അടുത്തടുത്ത സ്ഥലമാണല്ലോ. അപ്പൊ ജാഫറോട് വീട് ഏതാന്ന് പാറക്കല്ലാണ് വണ്ടി ചവിട്ടി അതല്ല, ഈ ആയുധധാരികളായ ആളുകള് തമ്പടിച്ച് എന്ന് ഒരു പൗരന് പോലീസിൽ പറഞ്ഞാൽ അവന്റെ തല എടുക്കുന്നതാണോ? ഇവിടെ പരാതി കൊടുക്കാനുള്ള ഇതുമില്ല. ഇതാണ് ഫാസിസം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് ഒരു സംവിധാനത്തിന് ഒരു സിസ്റ്റത്തിന് പരാതി കൊടുത്താൽ അവരെ ചോദ്യം ചെയ്യുന്നതാണ്. അതാണ് ചെയ്തത്. ഇനിയിപ്പോ പറഞ്ഞു പാറക്കാൻ അവിടെയാണ് ഇവിടെ തമ്പടിച്ചിരിക്കുന്നത്. എന്താ തെറ്റായത്? അവിടെയാണ് പോലീസ്, അവിടുന്നാണ് പോലീസ് തല്ലി കിട്ടിയത്. പോലീസ് അവിടെ ഹാർഡ് ഡിസ്ക് വാങ്ങിയിട്ട് പരിശോധിക്കട്ടെ. അതവർ പറയുന്നില്ല. പോലീസ് ഞങ്ങളെ തല്ലി എന്ന് പറയുന്ന വീഡിയോ അവരുടെ കയ്യിലുണ്ട്. എന്താ അവർ പ്രസിദ്ധീകരിക്കാത്തത്? പ്രസിദ്ധീകരിച്ചാൽ പോലീസിൽ ആക്രമിക്കുന്നതാണ് ഈ ചിത്രം. പോലീസും അത് പറയുന്നില്ല. അല്ല, ആ വീട്ടിലുണ്ട്. ആ വീട്ടിൽ CCTV ഉണ്ട്. ആ CCTV പോലീസിന് എടുത്താൽ വളരെ കൃത്യമുണ്ട്. അത് മാത്രമല്ല, നിങ്ങളെ മനിയതന്ത്രൻ കഴിഞ്ഞ ദിവസം ഏതൊരു ചാനലിൽ കൊടുത്തൊരു അഭിമുഖമുണ്ട്. അതൊന്ന് എടുത്തു നോക്കണം നിങ്ങൾ. അതിൽ എന്താ പറയുന്നത്? പാറക്കലിന്റെ വീട്ടിലേക്ക് അതിക്രമം നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ വിളിച്ചു വരുത്തിയെന്ന ആദ്യം നടന്ന ഒരു സ്ഫോടനം ഉണ്ടായപ്പോഴാണ് ഞാനും പിന്നെ വേണും കൂടി ആദ്യം എത്തുന്നത്. ഞങ്ങൾ കാണുമ്പോഴാണ് അവിടെ ഒരു ബോംബ് എറിഞ്ഞുകൊണ്ട് തീയും പുകയും വരുന്നത്. അവിടെ പിന്നെ ഏകദേശം തകർന്നു പോയി. ഞാനാണ് ആദ്യമായിട്ട് വടകര എടച്ചേരി CI വിളിക്കുന്നത് ഞാനാ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പോലീസ് വേണമെന്ന് പറഞ്ഞ് ആദ്യം വിളിച്ച് പോലീസിനെ വിളിക്കുന്നത് ഞാനാ. പോലീസ് അവിടെ എത്തുന്നത്. അതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പൊ ഇത് കംപ്ലീറ്റ് നേതാക്കന്മാരാണ് കളവ് പറയുന്നത്. നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലെടുത്ത് പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. പക്ഷെ നേതാക്കന്മാർ സംഭവ സ്ഥലത്ത് എത്തുകയും 3 മണിക്കൂർ പ്രവർത്തകരെ ഇവരുടെ ക്രിമിനൽ സംഘത്തെ അഴിഞ്ഞാടാനും നേതൃത്വം കൊടുത്ത ആളുകളാണ് ഇവർ രണ്ടാളുകളും. അപ്പൊ ഇവിടെ ഇപ്പൊ മന്ത്രി ആ ജാമ്യം പോലും കിട്ടിയൊരവസ്ഥ ഉണ്ടായി. പ്രതികൾക്ക് ജാമ്യം കിട്ടി. എങ്ങനെ പ്രതികൾക്ക് ജാമ്യം കിട്ടി? അവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ ഈ സംഭവം തിരുത്തി എഴുതി. റിമാൻഡ് റിപ്പോർട്ടിൽ തിരുത്തി എഴുതിയത് കൊണ്ടാണ് പ്രതികൾക്ക് ജാമ്യം കിട്ടിയത്. അതുകൊണ്ട് പ്രതികൾക്ക് ജാമ്യം കൊടുത്തതിനെതിരായി ഞങ്ങൾ പോലീസിന് കംപ്ലൈന്റ് കൊടുക്കുകയാണ്, DGP കംപ്ലൈന്റ് കൊടുക്കുകയാണ്. പ്രതികളെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് ഹൈക്കോടതി പോകാനുള്ള സംവിധാനം വരെ ഞങ്ങൾ ഒരുക്കി. കാരണം ഇതിൽ നിന്ന് 1% പോലും പുറകോട്ട് പോകാനാവില്ല. ഇത്രയേറെ ആളുകളുടെ മുമ്പിൽ ഇത്രയേറെ പച്ചയായ അക്രമം നടന്നിട്ട് അഴിഞ്ഞാടിയിട്ട് അതിന് ശക്തമായ പോലീസ് നടപടിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രതികളൊക്കെ സ്വൈരവികാരം നടത്തുക. 6 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നല്ലാതെ പിന്നെ പ്രതികളെ തൊടുന്നില്ല. അപ്പൊ പോലീസിന്റെ മേഖലയിൽ നിന്ന് കിട്ടുന്ന ഒരു ഡയറക്ഷൻ പ്രകാരം പോലീസ് ഇപ്പോ നിർജീവമായിരിക്കുക. അതിനെതിരായി ശക്തമായ നിയമ പോരാട്ടം പോലും ഞങ്ങൾ നടത്തും. പോലീസിനുള്ളിലുള്ള അഭിപ്രായം ഈ പോലീസ് സാന്നിധ്യത്തിൽ ഈ അക്രമം നടന്നത് തടയാൻ കഴിയാതിരുന്നത് സേനക്ക് കളങ്കമാണെന്ന് പോലീസിനുള്ളിൽ അഭിപ്രായമുണ്ട്. ആരും പറഞ്ഞില്ല. ഞങ്ങൾ ബന്ധപ്പെട്ട പോലീസ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് ആരാണെന്നുള്ള പേര് ഇപ്പൊ പറയുന്നില്ല. കാരണം അവർക്ക് 4 കൊല്ലം കൂടിയും. കാരണം എന്താ കാണിച്ചാൽ ഒരു ജീപ്പിലെ പോലീസ് മാത്രമല്ല, ഒരു ജീപ്പിലെ പോലീസ് അല്ല, വലിയൊരു ബസ് പോലീസ് വന്നിട്ട് പോലും ഇവർക്ക് ആക്ട് ചെയ്യാനായില്ല. പോലീസ് ഒന്നും ആക്ട് ചെയ്തില്ല അവിടെ. ഇവര് പറയുന്നത് ഇവരെ വണ്ടി ഗ്രേനേഡ് എന്ന് ഞാനോട് പറഞ്ഞ CI. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം സേനക്ക് ഇത് കളങ്കമാണെന്ന് തന്നെയാണ്. അത് മാത്രമല്ല, ഇവിടെ SP യും DYSP ഒന്നും അല്ല എടച്ചേരി പോലീസ് സ്റ്റേഷൻ നിയന്ത്രിക്കുന്നത്. അത് നിയന്ത്രിക്കുന്നത് ഇവരുടെ യൂണിയൻ ഭാരവാഹികളാണ്, പോലീസ് അസോസിയേഷന്റെ ആളുകളാണ്. അവിടെ SHO-നോ പിന്നെ മറ്റാളുകൾക്കോ DYSPക്കൊന്നും ഒരു റോളും ഇല്ല. CPM-ന്റെ ഒരു ഓഫീസാണ്. സംസ്ഥാന കമ്മിറ്റിയിലെ നേതാവായ ഒരു സജീർ എന്ന് പറയുന്ന ഒരു SI അവരാണ് അത് കംപ്ലീറ്റ് നിയന്ത്രിച്ചത്. ഇപ്പൊ ഈ ശ്രീകാന്ത് എന്ന് പറയുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ തിരുത്തൽ വരുത്തിയതും ഈ പോലീസ് സംഘടനയുടെ ആളുകളാ. അപ്പൊ ഇതെല്ലാം നിങ്ങളെ കയ്യിലുണ്ട്. ഈ വിഷ്വൽ മുഴുവൻ നിങ്ങളെ കയ്യിലുണ്ട്. വിഷ്വൽ ഇതിലും കൂടുതലുണ്ട്. ചെറിയോനാ ഇവര് പിടിച്ചത് പിടിച്ച് ഡിലേറ്റ് ചെയ്യിച്ചു. ഡിലേറ്റ് ചെയ്തിട്ട് അതിന്റെ ബാക്കിയാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇവരെ അന്നേരം തന്നെ പിടിച്ചിന് പയ്യനെ. പിന്നീട് വീണ്ടും അല്ല ഇപ്പൊ സമാധാനം നിലനിൽക്കുന്ന ഒന്ന്. എന്നിട്ടും ഇവര് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി തന്നെ ഇന്നലെ അവിടെ സമാധാനം നിലനിൽക്കുന്ന പറഞ്ഞാല്
ഏകപക്ഷീയമായ ആക്രമണമല്ലോ, വേറൊന്നുമില്ലല്ലോ. ഒരു ആദ്യം വിളിച്ച സമാധാന യോഗത്തിൽ പറഞ്ഞു ഞങ്ങൾ വരേണ്ട ആവശ്യമില്ല, ഓരോട് പറഞ്ഞാൽ മതി, നിങ്ങൾ നിർത്തുന്നു. വേറെ പ്രശ്നമൊന്നും അവിടെ ഇല്ല. സംഘർഷമല്ല, സംഘർഷമല്ല. ഏകപക്ഷീയമായി കുറെ ആളുകൾ അക്രമം നടത്തുക, അവർ നിർത്തും, അവർക്ക് തോന്നും, പിന്നെ തോന്നും. ഇത്രയേ ഉള്ളൂ. ഓന് ജോലി കിട്ടിയ ഓന് മാത്രമല്ല ഈ നാട്ടിലെല്ലാ പിള്ളേർക്കും ജോലി കിട്ടും. അതിനല്ല അവരീടെ ഇല്ലത്. ഏതിരോ നീ ഏതിന്റെ കാര്യമായി പറയുന്നത്? നമ്മുടെ ശ്രീശങ്കരാചാര്യാന്ന്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ.